ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. LIC ഇപ്പോൾ വാങ്ങാൻ സമയമായോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അതിന് ബേസിലാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. LIC എന്നുള്ള സ്റ്റോക്ക് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിരുന്നു. രണ്ടോ മൂന്നോ പ്രാവശ്യം LIC പറ്റി വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് കൊല്ലം കഴിഞ്ഞാൽ പറയും LIC ഒക്കെ 1000 രൂപ താഴെ ട്രേഡ് ചെയ്തിരുന്നു, അന്ന് വാങ്ങിയാൽ മതി എന്ന് പറയും. ഇപ്പോൾ പ്രസന്റ് പ്രൈസ് 862 രൂപയാണ്. ഇതിന് എത്രത്തോളം ഡൗൺ സൈഡ് ഉണ്ടോ എന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സ്റ്റോക്ക് എല്ലാ സിറ്റിസൺസും ഒരു 10 ഷെയറെങ്കിലും വാങ്ങി കൈവശം വെക്കേണ്ട ഒരു സ്റ്റോക്കാണ് LIC ഇന്ത്യ ലിമിറ്റഡ്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇൻഡയറക്ട്ലി എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് LIC സ്റ്റോക്കുകൾ വാങ്ങണം. ഇത് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ LICനെ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ പല കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്റ്റോക്ക് കയറാത്തത് ആ സ്റ്റോക്ക് ഫണ്ടമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് അല്ല. പലപ്പോഴും ഇതിലെ ഓപ്പറേറ്റീവ്സ് ആക്ടിവിറ്റി പല സംഭവങ്ങളുണ്ട് ഇതിൽ, അതുകൊണ്ടായിരിക്കാം കയറാണ്ട് നിൽക്കുന്നുണ്ടാവാം. പിന്നെ അത് കയറുന്ന നമ്മൾ അറിയുന്നത് ചെയ്യില്ല, മെല്ലെ മെല്ലെ കയറി കൊണ്ട് പോവുകയും ചെയ്യും. ഇതിൽ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാൽക്കോ ആണ്. ഈ നാൽക്കോ എന്ന സ്റ്റോക്ക് ഞാൻ 90 രൂപീസിൽ പറഞ്ഞത് 56 രൂപയിലേക്ക് വന്ന സ്റ്റോക്കാണ്. പക്ഷെ നാൽക്കോയിൽ ഞാൻ പറയും അന്നോ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇപ്പോഴോ പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ അന്ന് എന്തുകൊണ്ട് താഴോട്ട് ഒന്നും ചോദിച്ചാൽ അതിന് മറുപടികളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞിരുന്നു ഭാവിയിലെ എല്ലാ വണ്ടികളും അലൂമിനിയം ബോഡി ആയിരിക്കും. കാരണം ഫാസ്റ്റാണ്, ഇപ്പോൾ ലൈഫ് ഫാസ്റ്റാണ്. സോ ഇവിടുന്ന് വന്ദേ ഭാരത് ട്രെയിന് കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വെറും 5 മണിക്കൂർ എത്തണമെങ്കിൽ ഫാസ്റ്റ് പോകണം. അതിന് ബോഡി അലൂമിനിയം ആയിരിക്കണം. സോ ഞാൻ ഓൾറെഡി പറഞ്ഞത് അലൂമിനിയത്തിൻ്റെ യൂസ് വളരെ കൂടും, പിന്നെ ആൽക്കോന് ഇമ്പോർട്ടൻസ് കൂടും, അലൂമിനിയം കമോഡിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൂടും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സ്റ്റോക്ക് ഇറങ്ങി വന്ന്. പക്ഷെ ഇപ്പോഴും അതിനുള്ള ഇത് തന്നെ, ഈ നാൽക്കോ ആരെങ്കിലും കയ്യിൽ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. അധികം റീറ്റെയിലേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം കയറുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് പലപ്പോഴും ഈ റീറ്റെയിലേഴ്സ് സ്റ്റോക്ക് സെൽ ചെയ്യുന്നത്. അതാണ് മിസ്റ്റേക്ക്. വേറെ മിസ്റ്റേക്ക് ഞാൻ പറയുന്നത്, ഇന്നത്തേക്ക് വേണ്ട പൈസ, നാളത്തേക്ക് വേണ്ട പൈസ ഇന്നത്തെ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് ഇടാൻ പാടില്ല. അത് കയറുന്നില്ല. പക്ഷേ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം വേറെ എവിടെയും കിട്ടുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി ഇൻകം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും. വളരെ പേഷ്യൻസ് എന്ന് മതി. അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോക്ക് ഇല്ലെങ്കിലും 1-2 സ്റ്റോക്ക് LIC സ്റ്റോക്ക് വാങ്ങിയത് സേഫാണ്. നിങ്ങൾ ക്യാഷ് പോയില്ല, ഡിവിഡൻഡ് കിട്ടും, എല്ലാം കൊണ്ടും വളരെ സേഫാണ് LIC സ്റ്റോക്ക്. സോ LICൻ്റെ ഒന്നും കൂടെ ഒന്ന് പഠിച്ചു നോക്കാം. ഓൾറെഡി പറഞ്ഞ സ്റ്റോക്കാണ്, വീണ്ടും പറഞ്ഞ കാര്യങ്ങളായിരിക്കാം. ഇന്ത്യയിലെ ലാർജസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് പ്ലെയർ ആണ്. വേൾഡിലെ 3ാമത്തെ സ്ട്രോങ്ങസ്റ്റ് ഇൻഷുറൻസ് ബ്രാൻഡാണ് LIC എന്ന് പറയുന്നത്. പിന്നീട് LICക്ക് വലിയൊരു പ്രത്യേകതകളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചോളം LIC എന്ന് പറഞ്ഞാൽ ഒരു ഒഴിച്ചുവിടാൻ പറ്റുന്ന വലിയ സ്ഥാപനമാണ്. പില്ലറാണ് ഇന്ത്യൻ്റെ. പല രാജ്യങ്ങളിലും ബാങ്ക്സ് ആണ് പില്ലേഴ്സ്. ഇന്ത്യ എന്നൊരു രാജ്യം ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും ബാങ്ക്സ്. ഇന്ത്യ ഒറ്റ രാജ്യമാണ് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൂടെ തന്നെ ഇന്ത്യനെ സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് LIC. പല ഈവൻറ്റിലും പല കമ്പനീസിനെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ഒരു കമ്പനി LIC. ഈവൻ യെസ് ബാങ്ക് എടുത്ത IDBI ബാങ്ക് എടുക്കുകയാണെങ്കിലൊക്കെ തന്നെ കൊണ്ടുവന്ന കമ്പനിയാണ് LICൻ്റെ വിഷൻ വളരെ ക്ലിയർ ആണ്, മാനേജ്മെൻറ്റ് വളരെ ക്ലിയർ ആണ്. പിന്നെ അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈൽ ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് അവരെ അതിൽ റിട്ടേൺ കിട്ടുന്നതൊക്കെ ഹൈ ആണ്. LIC സ്റ്റോക്കിൻ്റെ റീസെൻ്റ്ലി റിസൾട്ട് വന്നു, ഡിസംബർ ക്വാർട്ടർ റിസൾട്ട് നിങ്ങളെല്ലാം കണ്ടു കാണാം. 12,958 കോടി ലാഭമാണ് LIC സ്റ്റോക്ക് കൊടുത്തത്. ലാസ്റ്റ് ഡിസംബറിൽ 11,956 കോടി ലാഭം കാണിച്ചത്. 12,958 കോടി എന്നൊക്കെ പറഞ്ഞാൽ 13,000, 26,000, 52,000 കോടിയൊക്കെയാണ് കൊല്ലത്തിലെ ലാഭം. സോ LIC ഷെയർ ക്യാപിറ്റൽ 6,325 റിസർവ് 1,19,862 ഉണ്ട്. റിസൾട്ട് നന്നായി കാണിക്കുന്നുണ്ട്, പിന്നെ റിസർവ് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിലതൊന്നും LIC അളക്കാൻ പറ്റില്ല. LICൻ്റെ വാല്യുവേഷൻസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ അളക്കാൻ പറ്റില്ല. കാരണം LICക്ക് പല കമ്പനീസിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തന്നെ. കാരണം അവർ ബൈയിങ് പ്രൈസിലാണ് ഇപ്പോഴും അവർ ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത്. ലാൻഡ് ഉള്ളത്, LIC വാങ്ങിയ ലാൻഡ് ഉള്ളത് ഇപ്പം ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം ഒക്കെ ഉള്ളത് ഇപ്പോഴത്തെ ശരിക്കും വാല്യൂഷൻ നോക്കാൻ 100 കോടി ഉണ്ടാവാം. സോ അത് വിറ്റാൽ മാത്രമേ ബാലൻസ് ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത്രയും ലാൻഡ് അസറ്റ് ഉള്ള ഒരു കമ്പനിയാണ് LIC എന്നുള്ള കമ്പനി. റീസെൻ്റ്ലി LIC 1000 മേലെ ട്രേഡ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് താഴോട്ട് വന്നു. അദാനിയിൽ
LIC കൂടുതൽ എക്സ്പോസർ ഉണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ ലോൺ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടക്കടമായി മാറാം എന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടത്. പിന്നെ അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് തിരിച്ചു വന്ന് സ്റ്റോക്ക് നല്ല റിസൾട്ട് എടുത്ത് കയറി 1900 മേലെ പോയപ്പോഴാണ് അടുത്തൊരു പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഡ്രോബാക്സും പറഞ്ഞല്ലോ. ഡ്രോബാക്സ് എന്താ വെച്ചാൽ IT കമ്പനീസിൽ കൂടുതൽ എക്സ്പോസർ ഉണ്ട് LICക്ക് പറഞ്ഞത്. ഡെഫിനറ്റ്ലി ആയിട്ട് ഉണ്ടാവും, ഇൻഫോസിലും എല്ലാത്തിലും ഉണ്ടാവും. സോ ഇപ്പോഴത്തെ IT ഫേംസിൽ അടി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ IT ഫേംസ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിക്കുന്നതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് വാല്യൂ കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട കാര്യം LIC ഇൻഫോസിൽ വാങ്ങിയിട്ടുണ്ടാകുമ്പോൾ 15 റുപ്യക്കോ 20 റുപ്യക്കോ ആയിരിക്കാം. അപ്പോൾ അവർക്ക് ഇനി കുറച്ച് കുറഞ്ഞൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ഫോർ ടൈം ബീങ് അവരെ എസ്റ്റിൽ നിന്ന് മാറ്റങ്ങളാണ് ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ അനാവശ്യമായ ഇത് കാര്യങ്ങൾ എടുത്ത് കാണിച്ചിട്ട് സ്റ്റോക്ക് അടിച്ചു കൊണ്ടുവരുന്നത്. കാരണം ഇവർക്ക് ഇത് എങ്ങനെയെങ്കിലും താത്തി കൊണ്ടുവരണം. അത് നിങ്ങൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി നോക്ക്. 96.5 ഗവൺമെന്റ് എടുത്താണുള്ളത്, എല്ലാവർക്കും അറിയാം. ഈ FIS 0.13 ഉണ്ടായി, അത് ഡിസംബറിൽ 0.20 കൂടി. DIS 1.33 ഉള്ളത് 1.35 ആയിട്ട് കൂടി. അതേസമയം റീറ്റെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് 2.03 ഉള്ളത് 1.96 ആയി കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ കൊടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് സ്റ്റോക്കിനെ പറ്റിയത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യയാണ് സ്റ്റോക്ക്, സൂപ്പർ സ്റ്റോക്ക്. ഞാൻ ഭയങ്കര ബുള്ളിഷാണ്. ഞാൻ 260 മുതൽ ബുള്ളിഷ് സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. അതിന് കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു കാരണമില്ലാണ്ട് പെട്ടെന്ന് ആ സ്റ്റോക്ക് 25% താഴ്ത്തുന്നു, 176 ലെവലിലേക്ക് വന്നു. ഞാനത് നോക്കിയ സമയത്തൊന്നും നെഗറ്റീവ് ന്യൂസ് ഒന്നും കാണില്ല. റിസൾട്ട് വരുന്നത് കാണുന്നില്ല, വേറെ ഒന്നും കാണുന്നില്ല. ഞാൻ റിസൾട്ട് മേ ബി ബാഡ്, അതായിരിക്കാം. ഇന്ന് റിസൾട്ട് വന്നു, 200% ലാഭം കാണിച്ചത്. ഇന്നലെ ഒറ്റ ദിവസം 12% ഷെയർ കയറി. നോക്കിയോ, അത് മെല്ലെ മെല്ലെ കയറി അങ്ങോട്ട് പോയി പോകും. ഇപ്പോൾ റിട്ടേൺസ് കിട്ടിയില്ല വരും. ഇപ്പോൾ ഒന്നുകൂടെ കൽപ്പിച്ചിട്ടായിരിക്കും കയറിക്കൊണ്ടാവുക. അൾട്ടിമേറ്റ്ലി അത് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് കഴിഞ്ഞ സാധനം ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ ഇഷ്യൂ. LIC സംബന്ധിച്ച് അങ്ങനെ കയറി പോകുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. LIC സേഫ് ബെറ്റാണ്. നിങ്ങൾക്ക് ഡിവിഡൻഡ് തരും. 12 രൂപ ഡിവിഡൻഡ് ആണ് കഴിഞ്ഞ ക്വാർട്ടർ കൊടുത്തത്. സോ ഇനി ഭാവിയിൽ ആ ഡിവിഡൻഡ് കൂടി വരെയുള്ളൂ. വിടാനാണ് സാധ്യത വളരെ കുറവ്. കാരണം 96.5% ഗവൺമെന്റിന്റെ കയ്യിലുള്ള അവർ ഇൻകമാണ് LIC ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ എത്രത്തോളം LIC ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുന്നു അത്രയും ഗവൺമെന്റ് ഇൻകമാണ്. ഗവൺമെന്റ് കൈനീട്ടി വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങാം. ഒരുപാട് 10 വരുന്ന സ്റ്റോക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് വാങ്ങിക്കോ. പക്ഷേ ഒരു 10% നിങ്ങൾ പോർട്ട്ഫോളിയോയുടെ സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് LIC IOCക്ക് വാങ്ങിയാൽ ഡിവിഡൻഡ് ഒക്കെ കിട്ടും. ക്യാഷ് ക്യാപിറ്റലിൽ പോയില്ല, അവിടെ ഉണ്ടാവും. കുറച്ച് വേരിയേഷൻ തന്നെ അവിടെ ഉണ്ടാവും. സ്ലോ മൂവ്മെന്റ് ആയിരിക്കും. അതൊന്ന് നോക്കാം. അങ്ങനെ താല്പര്യമുള്ളവർ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. EPS പിന്നെ വേറെ പ്രത്യേകത, PE റേഷ്യോ ഒക്കെ ഇപ്പോഴും ചീപ്പാണ്. ചില കമ്പനീൻ്റെ ഒക്കെ നമ്മൾ ഓവർ PE റേഷ്യോ ഒന്നും അല്ല. ഇൻഡസ്ട്രി PE 19 LICന് PE 10.29. സ്ക്രീനറിൽ ഇൻഡസ്ട്രി PE 80 കാണിക്കുന്നത് തെറ്റായിരിക്കും. 19 ആവാനാണ് സാധ്യതയുള്ളൂ. 19 ആണ് ഇൻഡസ്ട്രിയൽ PE, 10 ഉള്ളൂ LIC PE. അത് നോക്കിയാൽ തന്നെ സ്റ്റോക്ക് ഡബിൾ ആവണം. കൂടുതൽ ടാർഗറ്റ് വെക്കണ്ട. ഒരു 50% എപ്രിസിയേഷൻ കിട്ടുന്ന ഉറപ്പാണ്. അതും വേണ്ട, ഒരു 30% എപ്രിസിയേഷൻ കിട്ടിയാൽ തന്നെ 860 ഷെയർ 1100 പോവാം. ചിലപ്പോൾ ബാങ്ക് പോയേക്കാം, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു സേഫ് സ്റ്റോക്ക്, നമ്മൾ കമ്പനി വാല്യൂ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ LIC സ്റ്റോക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ്. EPS 76 ഉണ്ട്. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്, ഡെപ്റ്റ് ഉണ്ടാകുന്ന ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിന് ട്രിഗർ ചെയ്യാൻ പോണ LICന്റെ ഷെയർ പ്രൈസിന് ട്രിഗർ ചെയ്യാൻ പോണ 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, IDBI ബാങ്കിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. IDBI ബാങ്കിൽ LICക്കുള്ള സ്റ്റേക്ക് എല്ലാവർക്കും അറിയാം. LICനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കമ്പനിയാണ് IDBI ബാങ്ക്. സോ IDBI ബാങ്കിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫണ്ട് LICക്ക് വരും. അവരെ പൊസിഷൻ വിൽക്കാം. LICന്റെ ഒരു പൊസിഷൻ വേണം വിൽക്കാം. നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് IPO ചെയ്തിട്ടുണ്ട്. അതിൽ LICക്ക് ഒരുപാട് സ്റ്റേക്ക് NSEയിലുണ്ട്. NSEനെ IFSC പറഞ്ഞമായി തന്നെ LICക്ക് നല്ലൊരു ബെനിഫിറ്റ്, കോടിക്കണക്കിന് ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ LIC ഹോൾഡിങ്ങിന് കിട്ടാൻ പോവാണ്. അത് ട്രിഗർ ചെയ്യാൻ മാക്സ് പറഞ്ഞത്. പിന്നെ ഓൾറെഡി LIC വെച്ച് പറഞ്ഞത് ആദ്യം LICക്ക് ലൈഫ് ഇൻഷുറൻസ് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇപ്പം എല്ലാം കൊടുക്കാം. അപ്പോൾ ഒരു അംബ്രല്ലിന് കീഴിൽ എന്ത് ഇൻഷുറൻസ് കൊടുക്കാം അതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അവർ LIC ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് വന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു കോമൺ സെൻസിൽ പറയാണ്, ഞാനൊക്കെ LICന്റെ ഇൻഷുറൻസ് എടുക്കും. ഇപ്പം SBIക്ക് ഒരു വിശ്വസ്തതയാണ് ജനങ്ങളുടെ ഇടയിൽ. അപ്പം പ്രൈവറ്റ് പ്ലെയേഴ്സിനെക്കാളും ആൾക്കാർ കൂടുതൽ പ്രിഫർ LIC ആയിരിക്കാം. അതൊക്കെ എൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. സോ പിന്നെ ഹൈ ഇൻവെസ്റ്റ്മെന്റ്സ് ഇക്വിറ്റിയിലുണ്ട്. ലാൻഡ് വാല്യൂ നമുക്ക് കൺട്രി ഇപ്പോൾ ഈ ഇതിലൊക്കെ സ്ക്രീനിൽ നോക്കിയിട്ട് ഇൻട്രൻസിക് വാല്യൂ ഒക്കെ കാണിക്കുന്നില്ല. ഇൻട്രൻസിക് വാല്യൂ അറിയില്ല. ഇൻട്രൻസിക് വാല്യൂ എങ്ങനെ പറയാൻ പറ്റുക? ഇൻട്രൻസിക് വാല്യൂ അവരുടെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഫസ്റ്റ് വാങ്ങിയ റേറ്റ് ഉണ്ടാവുക. സ്റ്റോക്ക് ആണെങ്കിലും സ്ഥലമാണെങ്കിലും ഇപ്പോഴത്തെ വാല്യൂഷൻ കൺസിഡർ ചെയ്യാൻ പറ്റൂല. ഈ ഒരു റേറ്റിൽ സംടൈംസ് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും ഇനി ഭാവിയിൽ LIC സ്റ്റോക്ക്. ഹൈ ഡിവിഡൻഡ് ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 45.7%. അത് വളരെ സൂപ്പറാണ്.
റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 53.1%. എത്ര നല്ല രീതിയിൽ അവരെ ഇക്വിറ്റി അവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ് തെളിവാണത്. ഇപ്പോൾ ഡ്രോബാക്സ് ഞാൻ പറഞ്ഞു, IT കമ്പനീസിലെ എക്സ്പോസർ, അദാനിക്കുള്ള എക്സ്പോസർ, പിന്നെ ഇക്വിറ്റി വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഡ്രോബാക്സ്. അതും കണക്കിലൊക്കെ ഇക്വിറ്റി കൂടുതലായതുകൊണ്ട് അത്ര ഫാസ്റ്റ് കയറി പോവില്ല. പ്രസന്റ് പ്രൈസ് 862, അതിൻ്റെ ഇയർ ഹൈ 980, ലൈഫ് ടൈം ഹൈ 2222 അപ്പോൾ 1222 1322. സോ അതൊക്കെ തന്നെ എളുപ്പത്തിൽ പോയേക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ് LIC. ഇപ്പോൾ റിസൾട്ട് കൊടുത്ത് ബ്രേക്ക് ഔട്ട് നിൽക്കുമ്പോഴാണ് IT ഫേംസിന് പ്രശ്നം വന്നത്, അതുകൊണ്ട് താഴ്ത്തു വന്നത്. സോ തിരിച്ചു കയറാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് LIC പറ്റി പറയാനുള്ളത്. സോ ആസ് യൂഷ്വൽ ഞാനൊരു സിബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസ് ഉണ്ട്, അവിടെ ചോദിച്ച് മനസ്സിലാക്കി മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നീട് എനിക്കൊരു മെമ്പർഷിപ്പ് ചാനലുണ്ട്, 400 rupees per month ആണ്. അതിൽ ബ്രേക്ക് ഔട്ടിൽ വരുന്ന ഫണ്ടമെന്റൽ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ടിൽ വരുമ്പം പറയും. ഒരു 80% എക്വറസി ഉണ്ട്. ബാക്കി 10% കുറച്ച് ഇറങ്ങിയാൽ തിരിച്ച് കയറിപ്പോവും. കയ്യിൽ ക്യാഷ് പോവാതെ ഫണ്ടമെന്റൽ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ടോ മാത്രമേ പറയുന്നത്. 80% 70% എക്വറസി ഒക്കെ എപ്പോഴും പൊതുവെ ഉണ്ടാവും സ്വിംഗ് ഒക്കെ എടുക്കുമ്പോൾ. ഇപ്പോൾ സ്വിംഗ് വേഴ്സ് റെക്കമെൻഡേഷൻസ് ആണ്. ഇപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്ത് സഹകരിക്കുക. സോ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യർ പേഷ്യൻസ് ലിസണിങ്. താങ്ക് യു.